5 വർഷം സർക്കാർ പൂഴ്ത്തിവെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങളുടെ ജാഗ്രതയും നിതാന്ത പരിശ്രമത്തിനും ഒടുവിലാണ്. ഹേമ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ കാണിച്ച താൽപര്യം പിന്നീട് സർക്കാരിനുണ്ടായിട്ടില്ല. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് റിപ്പോർട്ട് പുറത്തുവിടാൻ നിർബന്ധിതരായപ്പോഴും സർക്കാർ ഒളിച്ചുകളി തുടർന്നു. വീണ്ടും നിയമ പോരാട്ടത്തിന് മാധ്യമപ്രവർത്തകർ തയ്യാറായപ്പോഴും എല്ലാ വിവരാവകാശ കമ്മീഷൻ തീരുമാനിക്കട്ടെ എന്ന പതിവ് പല്ലവി തന്നെയാണ് സർക്കാർ. 2017 ഫെബ്രുവരിയിൽ നടി ആക്രമിക്കപ്പെട്ടതാണ് ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ തുടക്കം. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനായി 2017 ജൂലൈയിലാണ് കമ്മിറ്റി രൂപീകരിച്ചത്. 2 വർഷത്തിനു ശേഷം 2019 ഡിസംബറിൽ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് പുറത്തുവിടാനോ അതിന്മേൽ നടപടിയെടുക്കാനോ തയ്യാറാകാത്ത സർക്കാർ നടപടിക്കെതിരെ റിപ്പോർട്ടർ TV അടക്കമുള്ള മാധ്യമങ്ങൾ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു. 2024 ജൂലൈ 6-ന് റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. അതിജീവിതരുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് 62 പേജുകൾ ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടണമെന്നായിരുന്നു കമ്മീഷന്റെ ഉത്തരവ്. റിപ്പോർട്ട് പുറത്തുവിടാമെന്ന കമ്മീഷൻ ഉത്തരവിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിലും നടി രഞ്ജിനിയും ഹൈക്കോടതിയെ സമീപിച്ചു. ഇരുവരുടെയും വാദങ്ങൾ ഹൈക്കോടതി തള്ളി. ഒട്ടേറെ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ഓഗസ്റ്റ് 19-ന് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടു. എന്നാൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ സർക്കാർ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിലുപരിയായി 5 പേജുകളും 11 ഖണ്ഡികകളും പൂഴ്ത്തി. ഇത് ആദ്യം ലോകത്തെ അറിയിച്ചതും റിപ്പോർട്ടർ TV ആയിരുന്നു. ഇതിനെതിരെ റിപ്പോർട്ടർ ചാനൽ പ്രതിനിധി R. റോഷിപാൽ അടക്കമുള്ളവർ വീണ്ടും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുകയും ഹിയറിംഗ് നടക്കുകയും ചെയ്തു. നീക്കം ചെയ്ത പേജുകൾ പുറത്തു വരേണ്ടതുണ്ടെന്നായിരുന്നു ഹിയറിംഗിൽ റോഷിപാൽ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ മുന്നോട്ട് വച്ച പ്രധാന ആവശ്യം. ഇക്കാര്യത്തിൽ വിവരാവകാശ കമ്മീഷൻ ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കാനിരിക്കെയാണ് പുതിയ പരാതി. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ.